ഞാനിന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ പോയി. ഒരു അനാഥി കട. ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു മദ്യമില്ല, ഒരു വയസ്കൻ, ഒരു 10-65 വയസ്സ് കാണും. അവിടെ പോയി പുള്ളിക്ക് ഞാൻ വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു. പുള്ളി എന്നൊരു നോട്ടം നോക്കിയിട്ട്, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ, ഞാൻ ആദ്യമായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോൻ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു 30 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? കല്യാണം കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല. എന്താ കല്യാണം കഴിക്കാത്തത്? ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. മോനെ, നല്ല പ്രായമുണ്ടല്ലോ, അപ്പോൾ കല്യാണം കഴിക്കണ്ടേ? 1, അതെൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്തു. 2, ഇതൊക്കെ ചുക്കാൻ ഇയാളാരാ? ഇതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അച്ഛൻ്റെ പ്രായമുള്ളതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, മോനെ കല്യാണമൊക്കെ കഴിക്കണം, കുടുംബം, കുട്ടികൾ, കൂട്ട്, ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണം കഴിക്കുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. കല്യാണം കഴിക്കുന്നില്ലേ? പിന്നെ കല്യാണം കഴിക്കാൻ ചോറും കറിയും തിന്ന് ജീവിക്കാനാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ, കൂടുതലൊന്നും പറഞ്ഞില്ല. പുള്ളി വീണ്ടും സാധനമൊക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. പുള്ളി വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നല്ല, ഒരു 35 വയസ്സിൽ 35 വയസ്സിൽ മോൻ കല്യാണം കഴിച്ചാൽ 37 വയസ്സിൽ മോന് കുട്ടിയാവും. 37 വയസ്സിൽ കുട്ടിയായാൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് മോനൊരു മെച്ചോർഡായിട്ടുള്ളൊരു കുട്ടീനെ വാർത്തെടുത്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സ്പേം ടെസ്റ്റ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ആ വേളയിൽ പുള്ളിക്കാരൻ എൻ്റെ കല്യാണം നടത്തി, എനിക്കൊരു കുട്ടീനെ ഉണ്ടാക്കി, ആ കുട്ടീനെ സ്കൂളിൽ ചേർത്തു, അതിന് മെച്യൂരിറ്റി ഉണ്ടാക്കി, അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പുള്ളി എന്നോട് കുറേ വീണ്ടും ഉപദേശങ്ങൾ വന്നപ്പോൾ ഞാൻ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന വേളയിൽ പുള്ളി പറഞ്ഞു, മോനെ കല്യാണം കഴിക്കണം, ഇങ്ങനെ ഒറ്റക്ക് കിടന്ന ജീവിതം മുമ്പോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു സന്തോഷം ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളൊക്കെ ഉണ്ട്. അത് ശരി, കല്യാണം കഴിഞ്ഞോ? കുട്ടികളൊക്കെ ആയി? അപ്പോൾ പ്രാരാബ്ദമൊക്കെ ആയി, പെട്ടു, കുടുങ്ങി, എങ്ങനെ ഇരിക്കണം?